ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു വട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒന്ന് പറയാം. ബ്രെഡോ കൊണ്ടാണ്, നമ്മൾ സാധാ ബ്രെഡോ കൊണ്ടാണ് വട ഉണ്ടാക്കിയിരിക്കുന്നത്. വടയും നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി നോക്കാം. ഇതങ്ങനത്തെ ബ്രെഡ്, സാധാ ബ്രെഡിനെ കട്ട് ചെയ്ത് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് തൈര് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി മാവ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇഡ്ഡലി മാവാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയാണിത്. കണ്ടോ, സൂപ്പർ വട. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ബലമൊന്നുമില്ല. നമുക്ക് വീഡിയോ പോയാലോ. നമുക്ക് വടയുടെ മാവ് കുഴയ്ക്കാം. ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബ്രെഡ് ഇതങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കാം. എത്ര 4-5 ബ്രെഡ് ഉണ്ട്. നമുക്ക് പിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ സൈഡിലത്തേക്ക് കളഞ്ഞിട്ട് പിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ വട ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ടുണ്ടാകും. ബ്രെഡ് പിച്ചിട്ട ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് വട മാതിരി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇതിൻ്റെ കൂടെ പിന്നെ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി മാവില്ലെങ്കിൽ നമുക്ക് തൈര് എടുക്കാം. പുളിക്കാത്ത തൈരില്ല, ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് എടുക്കാം. ഞാൻ കുറച്ച് ഇഡ്ഡലി മാവ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒഴിക്കുന്നുണ്ട്. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. വറുത്തതായാലും ശരി, വറുക്കാത്തതായാലും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂറില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഈ റവ ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരമാകും. ഈ മാവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിന് കുറച്ച് പെരുങ്കായപ്പൊടി, 2 പച്ചമുളക്, കരിവേപ്പില, മല്ലി ഒക്കെ ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴേക്ക് റവയിലൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേക്ക് വെള്ളം വറ്റിപ്പോവും. ആ കാരണം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വെക്കാം. വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുഴച്ച് വെക്കാം. എന്നാലും നമുക്ക് വടയുടെ പരുവത്തിലാവുള്ളൂ. കണ്ടോ, അങ്ങനെ വടയ്ക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഉഴുന്ന് വടം വരി ആ പാവത്തിലാവുള്ളൂ. നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഞാൻ ഇഡ്ഡലി മാവ് 1 കപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇട്ടു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അടച്ച് ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെയ്ത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ടാൽ ഒരു നല്ല മണം ഉണ്ടാകും. നമ്മൾ ഉഴുന്ന് വടയ്ക്ക് ഇടുന്ന മേലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചതച്ച് വെച്ചതാണ്. ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി.
ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് കാരണം ഇതൊന്ന് കുഴഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കൂടെ ഒന്നിച്ച് കുഴച്ച് വെക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും. നമ്മുടെ ഉഴുന്ന് വടയുടെ ഇത് ആവണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് അങ്ങനെ കുഴച്ചിട്ട് ഇതാണല്ലേ എങ്ങനെയാണ് എണ്ണ ചൂടാകാൻ വെക്കാം. ഇതൊന്ന് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ആവണം. ഇതിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ പോരെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടാക്കാം. നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് വട ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ തൊട്ട് ശേഷം നമ്മൾ സാധാരണ ഉഴുന്ന് വട ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, സാധാരണ ഉഴുന്ന് വടയ്ക്ക് ഈ വെള്ളത്തിൽ തൊട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, അതേമാതിരി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് വടയുടെ അതേ ഷേപ്പിലിട്ട് കൊടുക്കാം. ഇതങ്ങനെ ആക്കുക. ഉഴുന്ന് വടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് അതേമാതിരി ഇട്ടു. ഇട്ടത് ഇളക്കി കൊടുക്കണ്ട. ഒന്ന് ആയ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. മറിച്ചിട്ട് അങ്ങനെ ബ്രെഡും ഇഡ്ഡലി മാവും വെച്ചിട്ട് നമ്മൾ ഇത് വട ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. കുട്ടികൾ ഉള്ളി ഇട്ടാൽ കഴിക്കില്ല. അപ്പോൾ ആ കാരണം ഉള്ളി ഞാൻ ഇട്ടില്ല. അതൊന്ന് മുറുകിയ ശേഷം നമുക്ക് മാറ്റിയിടും. എളുപ്പത്തിൽ നമുക്ക് ബ്രെഡോ കൊണ്ടൊക്കെ വേഗം ഇതങ്ങനെ പൊടിച്ചിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കണം. ബ്രെഡും റവയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കണം. കുതിർന്നിട്ട് വെള്ളം വലിഞ്ഞു പോകും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഉഴുന്ന് അരയ്ക്കണ്ട, കുതിർത്തി അരച്ച് ഇത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. കളറൊക്കെ മാറി മാറ്റി വെച്ച ശേഷം നമുക്ക് വേറെ ഇത് ഇട്ട് കൊടുക്കാം. വേറെ വട ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ടിട്ടുണ്ട്. അത് ആവാരായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി ഇത് ഒരു കുറച്ചും കൂടി ഉണ്ട്. ഇത് ഒരു ട്രിപ്പും കൂടി ഉണ്ട്. നമുക്ക് എത്ര വേണം വെച്ചാൽ അത്രയും ബ്രെഡും മാവും ഒരു കണക്കിന് ഇട്ടാൽ മതി. നമുക്ക് കലക്കുമ്പോൾ അറിയാം. അപ്പോൾ അതേമാതിരി ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക. 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കുക. വലിയവർക്ക് കഴിക്കാം. ഇതേമാതിരി ഇതിനെ ഈ തൈര് വട മാതിരി നമുക്ക് ഉണ്ടാക്കാം. ഇതേമാതിരി തൈരിലിട്ട് വയ്ക്കുക. കുതിർത്തി സാമ്പാർ വട, തൈര് വട, രസവട ഒക്കെ നമുക്ക് ഇതോ കൊണ്ട് ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി മാവുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം.